ഏറ്റവും പുതിയ വിവരം വരുന്നത് അത് ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. PR ഏജൻസി നടത്തിയ ഇന്റർവ്യൂവിൽ അഡീഷണലായി ചേർത്ത വരികളാണെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വിഷയം ഒന്നും കൂടി ഗൗരവമായി. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് ഇപ്പോൾ അൻവർ പറഞ്ഞ പോലെ തന്നെ ആയിപ്പോയല്ലോ. കാരണം അതിലും കാര്യമുണ്ട് എന്താ ആർക്കും മനസ്സിലായി. കർട്ടൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഏതായത് PR ഏജൻസി രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന, അത് മുഖ്യമന്ത്രിയുടെ പേരിൽ കൊടുത്ത PR ഏജൻസി, അത് കാര്യങ്ങളെ ഒന്നുകൂടി ഗൗരവമാക്കുകയാണ്. ഇങ്ങനെയുള്ള PR ഏജൻസികളൊക്കെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കറിയാലോ. നാഷണൽ മീഡിയ അതുപോലുള്ള പല വാർത്താ ഏജൻസികൾ, രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നതല്ലേ, അവർ രാജ്യത്ത് മെനക്കെട്ട് വർഗീയ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. മതേതര ശക്തികളൊക്കെ അതിനെതിരാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതേ PR ഏജൻസി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ശ്രീ പിണറായി വിജയനെ കോട്ട് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഒരു വർഗീയ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽ കള്ളക്കടത്തിൻ്റെ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം പിന്നെന്താ? മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നു എന്നതിലപ്പുറം ആ മലപ്പുറം എന്നുള്ള പ്രയോഗം ഒരു ബാഡ് ടേസ്റ്റിലാണ്. അതാണ് മോശം. അതൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് മുഖ്യമന്ത്രിക്ക് ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ പിൻവലിച്ച് അത് ഖേദം പ്രകടിപ്പിച്ചാൽ തീരുമായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങൾ നിയമസഭയിലും പുറത്തും പാർലമെൻറ്റിലും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷേ ഇതിപ്പോൾ അത് ഒരു PR ഏജൻസി ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ PR ഏജൻസികളെ ഏറ്റവും കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ദേശീയ തലത്തിലാണ്. ഒട്ടേറെ ഇതുപോലുള്ള ഗൗരവമുള്ള സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ പുറത്താണ് ഇപ്പോൾ BJP രാജ്യത്ത് വേരൂന്നാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ കേരളത്തിലായോ ഈ PR ഏജൻസി ഏറ്റവും അധികം സ്വാധീനമുള്ള ശക്തി? മുഖ്യമന്ത്രിയുടെ പേരിൽ അത് കൂടുതലാണ്. അങ്ങനത്തെ ഒരു PR ഏജൻസിയാണെന്നുണ്ടെങ്കിൽ അത് PR ഏജൻസിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. നടപടിയാണ് വേണ്ടത്.